ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ, ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്ന് മാർച്ച് 26 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് പ്രതിച്ഛായ. ചിത്രത്തിൽ നിവിൻ പോളി, ബാലചന്ദ്രൻ മേനോൻ, ഷറഫുദ്ദീൻ, വിഷ്ണു അഗസ്ത്യ, ആൻ അഗസ്റ്റിൻ, മണിയൻപിള്ള രാജു, ഹരിശ്രീ അശോകൻ, നീതു കൃഷ്ണ, നിഷാന്ത് സാഗർ, സായി കുമാർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തെക്കുറിച്ച് മെച്ചപ്പെട്ട അഭിപ്രായമല്ല പൊതുവെ പുറത്തു വന്നിട്ടുള്ളത്. ആദ്യ പകുതിക്ക് ആവറേജ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞതെങ്കിൽ രണ്ടാം പകുതിക്ക് ബിലോ ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം പുറത്തു വരുമ്പോഴും പോസിറ്റീവായ ഒരു റിപ്പോർട്ടല്ല നിലവിൽ വന്നിട്ടുള്ളത്. കേരളത്തിൽ ആദ്യ ദിവസം 75-85 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 1,10,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. സർവമായ എന്ന 150 കോടി ചിത്രത്തിന് ശേഷം നിവിൻ പോളിയുടേതായി പുറത്തു വന്ന ബേബി ഗേൾ എന്ന സിനിമയ്ക്ക് പുറമെ ഇന്ന് തിയേറ്ററിലെത്തിയ പ്രതിച്ഛായ എന്ന സിനിമയ്ക്കും ആദ്യ ദിവസം തന്നെ പൊതുവെ നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. 7-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ 12,22 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 74,84, തെലങ്കാനയിൽ 41,03,00,000, ആന്ധ്രയിൽ 16,88, തമിഴ്നാട്ടിൽ 22,15 എന്നിങ്ങനെ 167,12 രൂപയാണ് 7 ദിവസത്തെ തെക്കേ ഇന്ത്യൻ കളക്ഷൻ. അങ്ങനെ തെക്കേ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്ത 167,12,00,000-ൽ 129,90,00,000 നേടിയെടുത്തത് ഹിന്ദി പതിപ്പിൽ നിന്നാണ്. തെലുങ്ക് പതിപ്പിൽ നിന്ന് 23,88, തമിഴിൽ നിന്ന് 11,95, കന്നഡയിൽ നിന്ന് 75 ലക്ഷം നേടിയപ്പോൾ മലയാളം പതിപ്പിൽ നിന്ന് ആകെ നേടിയത് 65 ലക്ഷം രൂപ മാത്രമാണ്. ചിത്രത്തിന്റെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് സാക്കിനിക്ക് പുറത്തുവിട്ടിരിക്കുന്ന ഡാറ്റ പ്രകാരം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഇന്നലെ വരെ 745 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓവർസീസ് ഗ്രോസായി നേടിയെടുത്തിട്ടുള്ളത് 260 കോടി രൂപയുമാണ്. അങ്ങനെ 1,005 കോടി രൂപയാണ് സാക്കിനിക്കിന്റെ ഡാറ്റ പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 7 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. ഇനി 8-ാം ദിവസമായ വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 75-80 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 13 കോടി റേഞ്ചിലാണ് ദുരന്തർ 2 എത്തി നിൽക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 55-60 കോടി റേഞ്ചിലാണ്. അങ്ങനെ 1,060 കോടിക്ക് മുകളിലാണ് ആദ്യ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ദുരന്തർ 2 നേടിയെടുത്തിട്ടുള്ളത്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആട് 3. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, വിജയ് ബാബു, സണ്ണി വീൻ, ധർമ്മജൻ ബോൾഗൾട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 7-ാം ദിവസം ഇന്നലെ ബുധനാഴ്ചയിലെ കേരള കളക്ഷൻ 2,10,00,000 രൂപയാണ്. അങ്ങനെ 7 ദിവസം കൊണ്ട് 35,80,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ അണിയറ പ്രവർത്തകർ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. അതുപ്രകാരം 101 കോടി രൂപയാണ് 7 ദിവസം കൊണ്ട് ഒഫീഷ്യലായി നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 7 ദിവസം കൊണ്ട് 98,50,00,000 രൂപ മാത്രമേ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളൂ. 8-ാം ദിവസമായ വ്യാഴാഴ്ചയോടെ മാത്രമേ ഈ സിനിമ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടുകയുള്ളൂ. ഇന്ന് വ്യാഴാഴ്ചയിലെ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 2 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസം കൊണ്ട് 38 കോടിക്കടുത്താണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 103 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മാർച്ച് 19 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയത് ക്ലീൻ ഹിറ്റ് വിജയം നിലവിൽ സ്വന്തമായി കഴിഞ്ഞ തമിഴ് സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, അനിഷ്മ അനിൽകുമാർ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ചിത്രം 7-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 10,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 7 ദിവസം കൊണ്ട് 73 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 7 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 25,72,00,000 രൂപയാണ്. കർണാടകയിൽ 2,15,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 7,50,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 17,60,000 എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 7 ദിവസം കൊണ്ട് 28,75,00,000 നേടിയെടുത്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 5,54,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 7 ദിവസം കൊണ്ട് 34,29,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 15,92,00,000 രൂപ ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.